ഹായ് 2024 കേരള സംസ്ഥാന ബഡ്ജറ്റും പൊതുവിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തെക്കുറിച്ച് ഒത്തിരി റെസ്പോൺസ് ഇന്നലെയും മിനിയാന്നും കൊടുക്കാനിടയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ റെസ്പോൺസ്, എന്താണ് ഈ ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് എന്തുമാത്രമാണ്, അതിന് വളരെ ന്യൂട്രലായിട്ടൊരു റെസ്പോൺസ് കൊടുക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബഡ്ജറ്റ് ഗവൺമെൻറ് ആസ് എ ഫെസിലിറ്റേറ്റർ, ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ എന്ന റോളാണ് എല്ലാ ഗവൺമെൻറ്റും പ്ലേ ചെയ്യേണ്ടത്. ആ ഒരു റോളിൽ വളരെ നന്നായിട്ട് ഈ ബഡ്ജറ്റിൽ പ്ലേ ചെയ്തു. എസ്പെഷ്യലി ഞാനിത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രമാണ്. മറ്റുള്ള ആസ്പെക്ട്സുകളൊന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെസിലിറ്റേറ്റർ എന്ന റോള് ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിലൂടെ പ്ലേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാന ഗവൺമെൻറ് വളരെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ അറിയാം, സാമ്പത്തിക സ്ഥിതി അറിയാം, വളരെ ഞെരുങ്ങിയ ഒരു സാമ്പത്തിക സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ ഗവൺമെൻറ്റിന് പ്ലേ ചെയ്യാൻ പറ്റിയൊരു റോള് എന്ന് പറഞ്ഞാൽ ഈ ഫെസിലിറ്റേറ്ററിൻ്റെ റോള് തന്നെയാണ്. അതിനോടനുബന്ധിച്ചുള്ള 2-3 പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ചും സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിലപ്പുറം ഗവൺമെൻറ്റിന് പ്ലേ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ സംരംഭകർക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു നയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളും, നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും അല്ലെങ്കിൽ മഹാരാഷ്ട്രയും പല സംസ്ഥാനങ്ങളും ഇതിനു മുമ്പേ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവരുടെ ബില്ല് വർഷങ്ങൾക്ക് മുമ്പേ സ്വകാര്യ ബില്ലുകൾ, സർവകലാശാല ബില്ലുകൾ കർണാടക അവതരിപ്പിച്ചു. അടുത്തിടെ തമിഴ്നാടും ആന്ധ്രാപ്രദേശും അല്ലെങ്കിൽ തെലങ്കാനയും അവതരിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായ ഹരിയാനയിലും പഞ്ചാബിലും രാജസ്ഥാനിലും ഈ ബില്ല് അവതരിപ്പിച്ചു. എന്നാൽ കേരളം വളരെ വളരെ മന്ദഗതിയിലാണ് ഈ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബില്ലിലേക്ക് കടന്നു വരുന്നത്. ഏകദേശം പല സംസ്ഥാനങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞ് 2022 ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതും അവസാനം ഈ ഒരു ബില്ല്, ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ കാണേണ്ടിയിരിക്കും. എന്നാലും വളരെ സ്വാഗതാർഹമായ ഒരു മുന്നേറ്റമാണ് ഗവൺമെൻറ് ഈ ബില്ലിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ സർവകലാശാലകൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രമുഖ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ വരാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഹൗസസ്, കേരളത്തിനകത്തും പുറത്തുമുള്ള ഇൻഡസ്ട്രി ഹൗസസ് ഈ സ്വകാര്യ സർവകലാശാലകളുമായിട്ട് മുമ്പോട്ട് വരാം. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആസ് ഗുഡ് ആസ് എ പ്രൈവറ്റ് ബിസിനസ്. ഉറപ്പായിട്ടും ഇത് പ്രൈവറ്റ് ബിസിനസ് പ്ലസ് എന്ന് പറയാം. ഇപ്പോൾ ഇതിന് മുൻപോട്ട് വരുന്ന സംരംഭകർ ഇതിൻ്റെ ക്വാളിറ്റി കൊടുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ നല്ല സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധാലുവായിരിക്കും. എന്നാൽ മാത്രമേ അവരുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലൂടെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രൈവറ്റ് ബിസിനസ് ഫങ്ഷൻ ചെയ്യുന്ന ആർജവത്തോടെ, ഊർജ്ജസ്വലതയോടെ ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ഫങ്ഷൻ ചെയ്യുന്നതോടെ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ നമുക്കറിയാം. ഇവിടുത്തെ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഒരു വേ ഓഫ് ഫങ്ഷനിങ്, അതിൻ്റേതായ ആ ഒരു മന്ദഗതിയിലുള്ള ഫങ്ഷനിങ്, അത് ആ സിസ്റ്റം, ആ കൾച്ചർ അങ്ങനെ നിലനിൽക്കുന്ന കൾച്ചർ, അതിനെ പെട്ടെന്ന് ഒരു ദിവസം ആ കൾച്ചർ മാറ്റാമെന്നോ അല്ലെങ്കിൽ സിസ്റ്റം മാറ്റാമെന്നോ ചിന്തിച്ചാൽ നടക്കില്ല. കാരണം ആയിരക്കണക്കിന് ആളുകൾ ആ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻവോൾവായി, അത് ശീലിച്ച്, അവരുടെ ഡേ ടു ഡേ അഫയേഴ്സ് അതിനോട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. അതൊരു പെട്ടെന്നൊരു മാറ്റം, ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നത് സംസ്ഥാന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ വളരെ നടക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രോവാക്റ്റീവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ആവുന്നു. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ബാക്കിയുള്ള വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊവാക്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഇഴുകിച്ചേരേണ്ട അവസ്ഥ വരികയാണ്. അപ്പം വളരെ നല്ല കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും കേരളം ആസ് എ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒത്തിരി വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്. ആ ഒരു ഒഴുക്ക് ഒരു പരിധിവരെ നമുക്ക് നിർത്താൻ കഴിയുമെന്നത് വാസ്തവം തന്നെയാണ്. കാരണം ഇവർ പോകുന്നതിനുള്ള പ്രധാന കാര്യം
ഒന്ന്, മികച്ച സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്തുണ്ട്. മികച്ച സ്ഥാപനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് മാത്രമല്ല, പ്രൊവാക്റ്റീവായിട്ടുള്ള കരിക്കുലം, അല്ലെങ്കിൽ വളരെ പ്രോംപ്റ്റായിട്ടുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സിസ്റ്റം, അതിനപ്പുറമായിട്ട് എംപ്ലോയറുമായിട്ടുള്ളൊരു ഇൻ്റർഫേസ്, അതുപോലെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ, പിന്നെ സിറ്റിയുടെ എക്സ്പോഷർ. ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈ എടുക്കുകയാണെങ്കിൽ സിറ്റിക്കൊരു എക്സ്പോഷറുണ്ട്. ഇതൊക്കെ നോക്കി പോകുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. ഒരു പരിധി വരെ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരുന്ന ഒരു സിസ്റ്റം വരുവാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ തുടങ്ങുന്നതാകാം, അല്ലെങ്കിൽ കേരളത്തിൽ ഇൻഡസ്ട്രി ഹൗസ് തുടങ്ങുന്നതാകാം. ഇതുപോലുള്ള വളരെ നൂതനമായ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം, അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള അധ്യാപകരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റം. അതുമാത്രമല്ല, ഈ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റുഡൻസിൻ്റെ ഒരു ഫ്ലോ, കേരളത്തിലേക്ക് പുറത്തേക്കുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഫ്ലോ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. അതൊരു പ്രധാന കാര്യം തന്നെയാണ്. രണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റേറ്റ്, നമുക്കറിയാം ബാംഗ്ലൂർ ഒരു നാഷണൽ സ്റ്റഡി ഡെസ്റ്റിനേഷനായി മാറി, അല്ലെങ്കിൽ പൂനെ ഒരു നാഷണൽ സ്റ്റഡി ഡെസ്റ്റിനേഷനാണ്. അവിടെ ബാംഗ്ലൂരുള്ളത് കർണാടകയിലുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള സ്റ്റുഡൻസും ബാംഗ്ലൂർ വന്ന് പഠിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയാണ് പൂനെയിലും. പല സ്റ്റേറ്റുകളിലുള്ള സ്റ്റുഡൻസ് പൂനെ വന്ന് പഠിക്കുന്നുണ്ട്. ചെന്നൈയും ഹൈദരാബാദും ഇങ്ങനെ ഒരു നാഷണൽ സ്റ്റഡി ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞു. ഉറപ്പായിട്ടും കേരളത്തിലും നാഷണൽ സ്റ്റഡി ഹബ്ബ് എന്നൊരു രീതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ പറ്റും. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഒരു സോഷ്യൽ സിസ്റ്റം, അല്ലെങ്കിൽ ഇവിടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ്, അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ക്രൈം റേറ്റ്സ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവ്. ഇവിടെ നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, ഫുഡ്, കൾച്ചർ, ഇതൊക്കെ ഒത്തിരി പേരെ, നമ്മൾ ടൂറിസത്തിന് ഒത്തിരി പേരെ ആകർഷിക്കുന്ന പോലെ തന്നെ ഒത്തിരി വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ഒരു സാധ്യതയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം. അങ്ങനെ ഒരു നാഷണൽ സ്റ്റഡി ഹബ്ബായിട്ട് കേരളത്തിന് മാറാൻ പറ്റും. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാം. പിന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ IT ആസ് എ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ, കേരളത്തിൽ ടെക്നോ പാർക്കുണ്ട്, അല്ലെങ്കിൽ ഇൻഫോ പാർക്കുണ്ട്, അല്ലെങ്കിൽ കാലിക്കറ്റ് ഇപ്പോൾ സൈബർ പാർക്ക് വരുന്നു, അതിനനുബന്ധമായ ഒത്തിരി IT വ്യവസായങ്ങളുണ്ട്. ഇവിടെ കേരളത്തിലുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചർ ജോബ് പ്രൊവൈഡറെ അല്ലെങ്കിൽ എംപ്ലോയറെ കേരളത്തിൽ കണ്ടെത്താം എന്നുള്ള ഒരു യാഥാർത്ഥ്യത തന്നെയാണ്. കാരണം ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് സ്റ്റുഡൻസ് കേരളത്തിൽ വന്ന് പഠിച്ച് ഇവിടെ തന്നെ ജോലി കിട്ടുന്നൊരവസ്ഥയിലേക്ക് മാറും. അത് നമുക്ക് നന്നായിട്ട് ഫീച്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നാഷണൽ ടാലൻറ്റ് പൂളിനെ കേരളത്തിൽ വന്ന് പഠിക്കുക, അതിന് ശേഷം ജോലി തേടുക എന്നൊരവസ്ഥയിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഈ 2-3 കാര്യങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ബില്ല് നമ്മൾ ഇതിൻ്റെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കാണേണ്ടിയിരിക്കുന്നു. ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ മുൻകരുതലുകൾ നമ്മുടെ ഒരു സോഷ്യൽ ജസ്റ്റിസും, അല്ലെങ്കിൽ ഈ വളരെ ലൈറ്റായിട്ടല്ല എന്നാൽ അധികം ടൈറ്റ് ആക്കാതെ ഒരു ബില്ലായിരിക്കും ഗവൺമെൻറ് മുമ്പോട്ട് വയ്ക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്കറിയാം, സ്വാശ്രയ കോളേജുകൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഏകദേശം 200-നടുത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ വന്നു. പക്ഷേ ഇന്ന് പലരും നിലനിൽക്കാനാവാതെ, എനിക്കറിയാം ഒത്തിരി പേര് ബാങ്ക്രപ്റ്റായ ഒത്തിരി പേരെ അറിയാം, അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയ ഒത്തിരി കോളേജുകളുണ്ട്. 40 അല്ലെങ്കിൽ 45 കോളേജുകളെ 200 കോളേജുകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് വരുമ്പോൾ അതിനുള്ള ഒരു ദീർഘവീക്ഷണം ഈ ബില്ലിൽ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒത്തിരി യൂണിവേഴ്സിറ്റികൾ വന്ന് ഈ മാർക്കറ്റ് ഒരു സ്പോയിലാകാതെ വളരെ അതേസമയം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രോപ്പറായ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻഷുർ ചെയ്തുകൊണ്ടുള്ള, എന്നാൽ സോഷ്യൽ സെക്യൂരിറ്റിയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള, ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ല് ഗവൺമെൻറ് കൊണ്ടുവരുവാണെങ്കിൽ കേരളം ഒരു നാഷണൽ സ്റ്റഡി ഹബ്ബായിട്ട് മാറാം. അതൊരു പ്രധാന കാര്യം തന്നെയാണ് ഈ ബഡ്ജറ്റിലെ. പിന്നെ ഞാനത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെൻറ്റിന് ആസ് എ ഫെസിലിറ്റേറ്റർ, ഇപ്പോഴും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ഗവൺമെൻറ് ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന റോൾ ഇതിന് മുമ്പോട്ട് എടുക്കണം. കാരണം ഗവൺമെൻറ്റിന് ഒരു യൂണിവേഴ്സിറ്റി, ഇനിയൊരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ ഒന്ന് റീവാമ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ചേഞ്ച് ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്ന റോള് ഗവൺമെൻറ് മുമ്പോട്ട് വെച്ച് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഈ നിലപാട് അല്ലെങ്കിൽ ഈ ബില്ല് മുമ്പോട്ട് കൊണ്ടുവന്ന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, അടുത്ത ഒരു കാര്യം ഗവൺമെൻറ് പറയുന്നത് ഫോറിൻ യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നടപടി
എടുക്കുമെന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഫോറിൻ യൂണിവേഴ്സിറ്റി ബില്ല് വിദ്യാഭ്യാസം ഒരു കൺകറൻറ്റ് സബ്ജക്റ്റാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിൻ്റേതായ റൈറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ചും ഫോറിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസിലും അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൽ പെടുന്നൊരു കാര്യമാണ്. അതിനൊരു ബില്ല് സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി ബില്ല് എന്ന് ഇന്ത്യയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഒരു ക്ലാരിറ്റിയോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബില്ല് ഗവൺമെൻറ് അവതരിപ്പിച്ചത് 2023 തന്നെയാണ്. നമുക്കറിയാം കേരളത്തിൽ ഇതിനു മുമ്പും പല നിലപാടുകൾ ഗവൺമെൻറ്റുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു സെൻട്രൽ ബില്ല് അത്യാവശ്യമായിരുന്നു. ആ ബില്ല് വന്നു കഴിഞ്ഞു. ആ ബില്ലനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള മികച്ച റാങ്കുകളുള്ള ആദ്യത്തെ 500 റാങ്കുകളുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാം. അതുമാത്രമല്ല, ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുക അത് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ക്യാമ്പസ് തുടങ്ങാം. അപ്പോൾ കേരളം ആസ് എ സ്റ്റേറ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നൊരു പോളിസി അല്ലെങ്കിൽ എന്നൊരു സ്ട്രാറ്റജിയാണ് കേരളം ആസ് എ സ്റ്റേറ്റ് എടുക്കേണ്ടത്. കാരണം ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഒത്തിരി ഡെസ്റ്റിനേഷൻസ് ഇപ്പോൾ ഉണ്ട്. വളരെ ഫേവറബിൾ കണ്ടീഷൻസ് ഉള്ള ബാംഗ്ലൂരുണ്ട്, വളരെ ഫേവറബിൾ കണ്ടീഷൻസ് ഉള്ള ഹൈദരാബാദ് ഉണ്ട്, അതുപോലെ ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റി ഒത്തിരി ഓഫേഴ്സുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാം, കേരളം ആസ് എ ഡെസ്റ്റിനേഷൻ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നൊരു കാര്യം ഗവൺമെൻറ് എടുക്കേണ്ട സ്റ്റെപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ വളരെ 2-3 നിലപാടുകൾ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ കണ്ടു കഴിഞ്ഞു. കാരണം ഫോറിൻ യൂണിവേഴ്സിറ്റി എതിർക്കുന്നു, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നത് കേരളത്തിന് ഗുണകരമല്ല എന്ന് പറയുന്ന നിലപാടുകൾ ഞാൻ കണ്ടു. ഇവരെതിർത്താലും 2-3 വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാടുകൾ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് വായിക്കാൻ ഇടയായി. പക്ഷേ അവരുടെ നിലപാട് ഞാനെന്ന് പറയാനുള്ളത്, ഈ വിദ്യാർത്ഥി സംഘടനകൾ ഏതൊക്കെ സംഘടനയായാലും അവരെതിർത്താലും ഈ പറയുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വരിക തന്നെ ചെയ്യും. കാരണം അതൊരു സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. പക്ഷെ നമ്മൾ എതിർക്കുന്നത് വഴി നമ്മളിവിടുത്തെ നമ്മളൊരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ അല്ല എന്നൊരു പ്രതീതി മൊത്തത്തിൽ ഉണ്ടാക്കുന്നത് വഴി നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമാവുക. കാരണം എന്ന് വെച്ചാൽ അവർ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാം. എന്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയണം? നമ്മൾ ശരിക്കും ഇവിടെ കേരളം മാർക്കറ്റ് ചെയ്ത് ഇവിടെ കേരളം ആസ് എ സ്റ്റേറ്റ് നമ്മുടെ ഫീച്ചേഴ്സ്, നമ്മുടെ ഈ സോഷ്യൽ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റോ നമ്മുടെ വെതറോ അല്ലെങ്കിൽ നമ്മുടെ ടാലൻറ്റ് പൂളോ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്ത് നമ്മളെ അവരെ ഇങ്ങോട്ട് ആകർഷിക്കുകയോ ചെയ്യേണ്ടത്. അത് പല കാരണങ്ങളുണ്ട്. കാര്യം നമുക്ക് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഒത്തിരി സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറേ മൊത്തം തടയാൻ പറ്റുമെന്നൊരു മിഥ്യാധാരണ അത് വേണ്ട. കാരണം ഒരു 2-3 കാറ്റഗറിയായിട്ട് ഈ സ്റ്റുഡൻസിനെ തരംതിരിക്കാം. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് അല്ലെങ്കിൽ എയിൽ, ഹാർട്ട്വാർഡ്, നമ്മൾ പറയും ഐവി ലീഗ് അല്ലെങ്കിൽ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികളെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന മിടുമിടുക്കന്മാരായ കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും. കാരണം ഒരു ഹാർട്ട്വാർഡിൻ്റെ ക്യാമ്പസോ ഒരു ഓക്സ്ഫോർഡിൻ്റെ ക്യാമ്പസോ കേംബ്രിഡ്ജിൻ്റെ ക്യാമ്പസോ കേരളത്തിലോ ഇന്ത്യയിലോ പെട്ടെന്ന് ഉണ്ടാവുക എന്നത് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരവരുടേതായ രീതിയുണ്ട്, അവരുടെ സിസ്റ്റമുണ്ട്, പ്രോസസ്സുണ്ട്. അതൊക്കെ എടുത്ത് തീരുമാനമെടുത്തൊരു ക്യാമ്പസ് അവരുടെ കറണ്ട് ടെറിട്ടറിക്ക് പുറത്ത്, ഇപ്പോൾ ഹാർട്ട്വാർഡ് ആണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തോ ഓക്സ്ഫോർഡ് ആണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിന് പുറത്തോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വർഷങ്ങളെടുക്കും. അപ്പോൾ ആ സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുന്നതിന് നല്ലൊരു കാര്യം തന്നെയാണ്. അവർ നല്ല മിടുക്കന്മാരായ കുട്ടികളാണ്, അവർക്ക് നല്ല എക്സ്പോഷർ പുറത്ത് കിട്ടും. അവർ പോയി പഠിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക, മറ്റൊരിടത്ത് ജോലി ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക, അത് നല്ലൊരു സ്ഥലത്ത് പഠിക്കുക, നല്ലൊരു എക്സ്പോഷർ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക എന്നുള്ളത്. ആ സ്റ്റുഡൻസിനെ ഒരു പക്ഷേ അത് ഈ ടോപ്പ് 500 വരുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കാം. ആ സ്റ്റുഡൻസിനെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യാൻ, ഇവിടെ തന്നെ അവർക്കൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും പറ്റും. കാരണം അവർ പോകുന്ന യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഈ വരുന്ന ടോപ്പ് 500 യൂണിവേഴ്സിറ്റികളിൽ 2-3 യൂണിവേഴ്സിറ്റികളോ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ, ഇവിടെ തന്നെ പഠിക്കുന്ന ഒരു അവസ്ഥയും, ഇവിടെ തന്നെ ഗ്രാജുവേറ്റ് ചെയ്ത് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ജോലി ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ചെയ്യുന്നൊരവസ്ഥ വരും. പിന്നെ ഒരു മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്. ഈ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന് ഞാൻ പറയുന്നൊരു ഡെസ്റ്റിനേഷൻ സെല്ലിംഗ് എന്ന് പറയും. അത് ഒരു യൂണിവേഴ്സിറ്റി നോക്കിയിട്ടല്ല, UK ആസ് എ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ് എ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആസ് എ ഡെസ്റ്റിനേഷൻ എന്ന് നോക്കിയൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ളൊരു ഫ്ലോയാണ്. അവിടെ യൂണിവേഴ്സിറ്റി അവനെക്കുറിച്ച് ബോധേഡല്ല, അത്യാവശ്യം ജോലി കിട്ടുന്നൊരു കോഴ്സ്, അവരെ അതിനകത്ത് ആകർഷിക്കുന്ന കുറേ ഘടകങ്ങൾ അവിടുത്തെ കറൻസി കൺവേർഷൻ റേറ്റ് അല്ലെങ്കിൽ മിനിമം വേജ് സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെയാണ്. അത്
നമുക്ക് ഇപ്പം വളരെ ഈ ഒരു അടുത്ത കുറച്ച് നാളുകൾക്ക് നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ ഫ്ലോ അവിടെ തന്നെ നിൽക്കും. ആ ഫ്ലോ കുറയുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളാരും ഫോറിൻ യൂണിവേഴ്സിറ്റീനെ വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ രണ്ടാമത്തെ കാറ്റഗറിയും ചിലപ്പോൾ ഈ മൂന്നാമത്തെ കാറ്റഗറിയുടെ ഒരു പരിധി ഒരു മൈന്യൂട്ട് പെർസെൻറ്റേജ് ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ ഫോറിൻ യൂണിവേഴ്സിറ്റിയോടെ സാധിക്കും. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആസ് ഗുഡ് ആസ് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഐ ഷുഡ് സേ ദാറ്റ്. കാരണം ഇതിനൊരു പ്രത്യേകതയുള്ളൂ, ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യും. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരു ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്ന യൂണിവേഴ്സിറ്റിയാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം വളരെ വളരെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കാണാതെ പോകരുത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനാരിയോയിൽ നമ്മളൊരു നാഷണൽ സ്റ്റുഡൻറ്റ് ഹബ്ബാക്കി മാറ്റാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുവാണെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഹബ്ബായിട്ട് മാറ്റാൻ പറ്റും. വൈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഹബ്ബ് എന്ന ചോദ്യം, കാരണം ഈ പറയുന്ന രാജ്യങ്ങളിൽ പോകുന്ന സ്റ്റുഡൻസിൽ കുറേ ഭൂരിഭാഗം സ്റ്റുഡൻസും വരുന്ന കൺട്രീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്ബറിങ് സാർക്ക് കൺട്രീസ് ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, ബംഗ്ലാദേശുണ്ട്, മ്യാൻമാറുണ്ട്, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ഉണ്ട്, തായ്ലൻഡ്, വിയറ്റ്നാം, അല്ലെങ്കിൽ ഇന്തോനേഷ്യ, അങ്ങനെയുള്ള കൺട്രീസ് ഉണ്ട്. അതുപോലെ ഒത്തിരി ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്. അവരൊക്കെ അതിലൊരു കുറേ വിഭാഗം സ്റ്റുഡൻസും പോകുന്നത് ഒരു ഡിഗ്രി അക്വയർ ചെയ്യുക, അവരുടെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വരിക. കാരണം അവരെ കുറേ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള വേൾഡ് ബാങ്ക് പോലുള്ള ഏജൻസികൾ സ്പോൺസർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അവരുടെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വരിക, ഒരു നല്ലൊരു വിദ്യാഭ്യാസം UK-ലോ US-ലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അക്വയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ പോകുന്നതാണ്. ആ ഒരു സ്റ്റുഡൻസിൻ്റെ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് റീജിയണൽ ക്യാമ്പസുകളിലേക്ക്, അത് റീജിയണൽ ക്യാമ്പസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് നമ്മുടെ സ്റ്റേറ്റിലായിരിക്കാം, നമ്മുടെ രാജ്യത്താകാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ റീജിയണിലാകാം. റീജിയണൽ ക്യാമ്പസുകളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഉറപ്പായിട്ടും ഒരു ക്യാമ്പസ് ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും UK-ലെ US-ലെ ഫീസ് ആയിരിക്കില്ല. കാരണം അവരുടെ വേ ഓഫ് ഓപ്പറേഷനും കോസ്റ്റ് ഓഫ് ഓപ്പറേഷനും UK US-ഉം കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഫീസ് £15,000 അല്ലെങ്കിൽ $20,000 വാങ്ങുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 50 to 60% ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ 70% ഡിസ്കൗണ്ടിൽ ഈ ഫീസ് ഇവിടെ ഓഫർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പല റീജിയണൽ ക്യാമ്പസുകളും പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ UK യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകൾ ദുബായ് പ്രവർത്തിക്കുന്നുണ്ട്, മലേഷ്യ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ US യൂണിവേഴ്സിറ്റികൾ സിംഗപ്പൂർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്യാമ്പസുകളുടെ ഫീസ് ഇവരുടെ ഹോം കൺട്രിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 50 to 60% അപ് ടു 70% വരെ ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഫീസ് കുറഞ്ഞ് ഇവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്, ഈ സാർക്ക് കൺട്രീസിലെയോ അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ കൺട്രീസിലെയോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലെ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഇത് കൺസിഡർ ചെയ്യാം. കാരണം അവർക്ക് കിട്ടുന്ന ഡിഗ്രി ഈ പറയുന്ന അവരുദ്ദേശിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കിട്ടുന്നു. അതുപോലെ നമുക്കിവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും എക്സ്പോഷറും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഹബ്ബായിട്ട് ഇത് മാറ്റാൻ പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ അനാവശ്യമായിട്ട് ഇതിൻ്റെ ഡെപ്തിലേക്ക് പഠിക്കാതെ. കാരണം നമ്മളിവിടെ പ്രൊട്ടസ്റ്റ് ചെയ്താലും ഈ സിസ്റ്റം ഇവിടെ വരും. കാരണം ഇതൊരു ഗവൺമെൻറ് ഒരു ആക്ട് പാസ്സാക്കിയെടുത്തോളം കാലം ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ റീറ്റെയിലിൽ ഇപ്പം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയിലുണ്ട്, നമ്മുടെ ഹെൽത്ത് കെയറിലുണ്ട്, ഇപ്പോൾ ഡിഫൻസിൽ വരെ നമ്മൾ ആലോചിക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് എഡ്യൂക്കേഷനിൽ പറ്റില്ല എന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ്. കാരണം പല രാജ്യങ്ങൾ, ഇപ്പോൾ UK ഒരു രാജ്യം എടുക്കുവാണെങ്കിൽ അവരുടെ നാഷണൽ ഇൻകത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ എഡ്യൂക്കേഷൻ നല്ലൊരു കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം, ആ ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മളത് കാണാതെ പോകരുത്. അത് നമ്മൾ നല്ലൊരു പൊട്ടൻഷ്യൽ ഹബ്ബായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് തന്നേതായ എല്ലാ ഫീച്ചേഴ്സ് നമ്മുടെ സ്റ്റേറ്റിനുണ്ട്. അതൊരു കാര്യം. അതുകൂടാതെ തന്നെ ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ അവർ സ്പെൻഡ് ചെയ്യുന്ന അവരൊരു ലൈം ജ്യൂസ് കുടിക്കുന്നത് മുതൽ ഒരു പേന, പെൻസിൽ, ബുക്ക് മേടിക്കുന്നത് വരെ ഈ സ്പെൻഡിങ് എക്കോണമിയിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഈ സ്പെൻഡിങ് നമ്മുടെ ഡയറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇൻഡയറക്റ്റായിട്ടും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ടീച്ചേഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, നോൺ ടീച്ചിങ്ങിൻ്റെയോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഹൗസിംഗ് ഉണ്ട്, ഇതിൻ്റെ ഫുഡുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കണക്ടിവിറ്റിയുള്ള സ്റ്റേറ്റാണ്. അപ്പം നമുക്ക് 4 എയർപോർട്ടുകൾ തന്നെയുണ്ട്, നമ്മുടെ ട്രെയിൻ സിസ്റ്റം. അപ്പോൾ ഇത്രയും സ്പെൻഡ് നമ്മുടെ കേരള മാസ എക്കോണമിയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മുടെ എക്കോണമിക്കിലെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈ പറയുന്ന സംരംഭങ്ങളെല്ലാം മുമ്പോട്ട് വയ്ക്കുന്നത്.
പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി ഒരു കൺസൾട്ടൻസികളുടെയൊക്കെ എസ്പെഷ്യലി ഫോറിൻ യൂണിവേഴ്സിറ്റികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കൺസൾട്ടൻസികളുടെ പ്രതികരണങ്ങൾ, കൺസൾട്ടൻസികളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ ഹയർ എഡ്യൂക്കേഷൻ എബ്രോഡ് മാർക്കറ്റ് ഈ കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമായിട്ട് നല്ല ബൂമിലാണ്. പിന്നെ അതിലൊരു ഓട്ടോമാറ്റിക് കറക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഇത് ശരിക്കും ഒരു ഓവർഫ്ലോ ആണ്. ഒരു ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ചാൽ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ മെത്തിപ്പോകും. ആ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പല രാജ്യങ്ങളും ഇതിനെ കൺട്രോൾ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ അതിൻ്റെ മെഷേഴ്സ് എടുത്തു. ഈ അടുത്തിടയ്ക്ക് കാനഡ കോട്ട സിസ്റ്റം കൊണ്ടുവന്നു, അല്ലെങ്കിൽ UK ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കി. അപ്പോൾ ഈ ഒരു കറക്ഷൻ അവരവരുടെ കൺട്രീസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും കൺസൾട്ടൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സസ്റ്റൈനബിൾ ബിസിനസ്സായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, സപ്ലൈ ചെയിൻ നിലനിൽക്കണമെങ്കിൽ അധികം ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി കറക്ഷൻ വരും, ഇത് മുകളിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വരും. അതിലും നല്ലത് സസ്റ്റൈനബിളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ ഈ പറയുന്ന നിലനിൽക്കും. അതിനെക്കുറിച്ച് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നാൽ പുറത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ഒരു പരിധിയിലപ്പുറം കുറയില്ല. ആ ഒരു ഇൻഡസ്ട്രി സസ്റ്റെയിൻ ചെയ്യുക തന്നെ ചെയ്യും. ഇങ്ങനെ 1-2 വ്യൂസാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല്, ഇനി ഏറ്റവും നമ്മൾ മുൻപോട്ട് നോക്കുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ലാണ്. ഈ ബില്ല് എങ്ങനെയാണ് ബില്ല് കൊണ്ടുവരുന്നത്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ ക്രൈറ്റീരിയ. ഉറപ്പായിട്ടും പല സ്റ്റേറ്റുകളും പല രീതിയിലാണ് ബില്ല് കൊണ്ടുവന്നത്. കർണാടക ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ ബില്ല്, ഓരോ ആക്ട് പാസ്സാക്കി അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് പല രീതിയിലും അവരുടെ ലാൻഡ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ കോർപ്പസ് ഫണ്ട് അല്ലെങ്കിൽ എൻ്റെ ഓരോ എലിജിബിലിറ്റി അതിനെ മീറ്റ് ചെയ്ത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ ബില്ല് പാസ്സാക്കുകയോ ചെയ്ത് തമിഴ്നാട് ഒരു പൊതുവായിട്ടൊരു നയം കൊണ്ടുവന്ന് ഓരോ യൂണിവേഴ്സിറ്റികളും ആ നയത്തോട് അറ്റാച്ച് ചെയ്യുകയോ ചെയ്തു. അപ്പം നമ്മൾ കേരള ഗവൺമെൻറ് എന്ത് നയമാണ് കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മളിത് എടുക്കുന്നതെന്ന് കാണേണ്ടിയിരിക്കുന്നു. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന റോഡ് ഷോയോ അല്ലെങ്കിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സമ്മിറ്റൊക്കെ കേരളം ആസ് എ ഡെസ്റ്റിനേഷൻ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ബഡ്ജറ്റ് വിട്ടുപോയ 2-3 കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു യഥാർത്ഥമായ ഒരു ഫോക്കസ് കൊടുക്കാത്ത കാര്യങ്ങളാണെന്ന് തോന്നുന്നു. കാരണം കേരളത്തിലെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്കൂളുകൾ പഠിച്ചിട്ട് ഹയർ എഡ്യൂക്കേഷന് +2 കഴിഞ്ഞിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷന് ഒന്നുകിൽ യൂണിവേഴ്സിറ്റി ആകാം, അല്ലെങ്കിൽ കോളേജുകളാകാം, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് വൊക്കേഷണലോ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI സിസ്റ്റം ആകാം. അങ്ങനെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 43% അല്ലെങ്കിൽ 44% ആണ്. പക്ഷേ നാഷണൽ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 27% ആണ്. അതിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ഹയർ റേഷ്യോ ഉണ്ട്. എന്നാലും കേരളം ഇന്ന് ഇന്ത്യയിലെ 4ാമത്തെ സ്റ്റേറ്റാണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയുടെ കാര്യത്തിൽ. ഈ റേഷ്യോ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പല കാര്യങ്ങളും കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കായിരുന്നു. അധികം ഇൻവെസ്റ്റ്മെൻറ്റ് അധികം സ്പെൻഡ് ചെയ്യാതെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ITI പോളിടെക്നിക് സിസ്റ്റം അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ക്ലബ്ബ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസും അവരുടെ ജോലി സാധ്യതകൾ എന്താണ്, അവർക്ക് വേണ്ട ഫ്യൂച്ചർ വർക്ക് ഫോഴ്സിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നമ്മുടെ ITI പോളിടെക്നിക് സിസ്റ്റവുമായിട്ടൊന്ന് ബിൽഡ് ചെയ്ത് ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ പല ITIസും പോളിടെക്നിക്സും ഇപ്പം ഡ്രൈ ഔട്ട് ആവുന്ന അവസ്ഥയിലെത്തി. അതിനെ ഒന്ന് റിവൈവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ നമുക്ക് കൂട്ടാനും പറ്റും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, പല സ്റ്റുഡൻസ് 44% അപ്പുറമുള്ള സ്റ്റുഡൻസ് ഒന്നുമില്ല പല ജോലിക്ക് പോകുന്നു, ഒരു അൺഓർഗനൈസ് സെക്ടറിൽ പോകുന്നു. അപ്പോൾ ആ ഒരു അൺഓർഗനൈസ് സെക്ടറിൽ പോകുന്നതിനേക്കാളും നല്ലത് SMEയുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഓൺ ദ ജോബ് അല്ലെങ്കിൽ ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സിസ്റ്റം ബഡ്ജറ്റിന് ഊന്നൽ കൊടുക്കായിരുന്നു. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാരലൽ ട്രെയിനിങ് ആണ്. അത് പാരലൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒത്തിരി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെ, കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ UKയുടെ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ടൻസി ACCA കോഴ്സ്, ഇതൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് പഠിച്ചിറങ്ങിയാൽ തന്നെ ജോലി കിട്ടുന്ന ഒരു കാര്യമാണ്, ആ കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ നമ്മളത് പ്രോപ്പറായിട്ട് നമ്മളൊരു ഫോക്കസ് ചെയ്യുന്നുണ്ടോ? കാരണം ഇതൊക്കെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്റ്റുഡൻറ്റിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന സമയം ആ ഒരു ജോലിയിലൂടെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകളാണ്. അതിനൊരു ഫോക്കസ്, അതിനൊരു ഓർഗനൈസ്ഡ് സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവരാം. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസുകൾ ഈ പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. അതുപോലെ കേരളത്തിൽ ഒത്തിരി കമ്പനീസ്, ടെക്നോ പാർക്കിൽ, ഇൻഫോ പാർക്കിലുള്ള കമ്പനീസ് ഈ പറയുന്ന ക്വാളിഫൈഡ് പ്രൊഫഷണൽ കോഴ്സുകൾ വിദ്യാർത്ഥികളെ ജോലിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ഊന്നൽ ബഡ്ജറ്റിൽ കൊടുക്കായിരുന്നു. പിന്നെ ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഫോറിൻ യൂണിവേഴ്സിറ്റിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് വരെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ ഈ കൾച്ചറൽ ചേഞ്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലാഗോ അതൊക്കെ ഒരു പരിധി വരെ, കാരണം
കാരണം നമുക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് എടുക്കുവാണെങ്കിൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റിയും ചെയ്യാൻ പോകുന്ന അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ഒരു അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം ഉണ്ട്. ഈ 4-5 യൂണിവേഴ്സിറ്റികളും അതിനോട് അനുബന്ധമായ അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം ഉള്ള സ്ഥിതിക്ക് പുതിയ കോഴ്സുകൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനോ ഗവൺമെൻറ്റിന് ഊന്നൽ കൊടുക്കാം. അതുപോലെ ഈ വേറൊരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ മറ്റൊരു നിയമമാണ്, അല്ലെങ്കിൽ UGC കൊണ്ടുവന്ന മറ്റൊരു റെഗുലേഷനാണ് ഈ പറയുന്ന കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ജോയിൻറ്റ് ഡിഗ്രി, ഡ്യുവൽ ഡിഗ്രി, ട്വിന്നിങ് മോഡൽ, അതൊക്കെ പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാതെ, ഒരു അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക്, എലിജിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് UGC പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനൊക്കെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു ടാസ്ക് ഫോഴ്സ് ഈ പറയുന്ന ഗവൺമെൻറ്റിന് എടുക്കാവുന്നതാണ്. അതായത് ഫോറിൻ യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും പ്ലേ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഏരിയ ഇതായിരിക്കും. ഈ ഏരിയയൊക്കെ ഗവൺമെൻറ്റിനും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക, നല്ലൊരു പ്രൊവാക്റ്റീവായിട്ടുള്ള, ഞാനത് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിലാണ്. ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ ആദ്യം പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന റോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു സ്റ്റെപ്പാണ്. കാരണം ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. കാരണം ഗവൺമെൻറ്റിന് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് ലിമിറ്റുണ്ട്. അതിന് ഒരു ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന ലീഡ് റോൾ ഗവൺമെൻറ് എടുത്ത് അതിനുള്ള ക്ലിയറൻസുകളും അതിനുള്ള കാര്യങ്ങളും നിയമനിർമ്മാണവും വളരെ സ്പീഡിലാക്കുന്നത് നമ്മുടെ എക്കോണമിക്ക് ഗുണം ചെയ്യും. ഒത്തിരി എന്താ പറയുക, നമ്മുടെ ഒരു GDP കോൺട്രിബ്യൂഷൻ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ആസ് എ ഐറ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതാണ് പൊതുവെ എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതെൻ്റെ അഭിപ്രായമാണ്. ഇതിനോട് വിയോജിപ്പുള്ളവരുണ്ടാകും. പക്ഷേ ഇത് നിങ്ങൾ ഇൻഡെപ്തായിട്ട് ചിന്തിക്കുമ്പോൾ, ഞാൻ പറയുന്നത് എനിക്കിത് വളരെ ഇൻഡെപ്തായിട്ട് ചിന്തിച്ചിട്ടും അതുപോലെ അതിൻ്റെ എക്സിസ്റ്റിംഗ് റൂൾസും റെഗുലേഷൻസും ഈ കൺട്രിയിൽ അവെയിൽ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഞാനിത് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളെയോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെയോ അട്രാക്ട് ചെയ്യുന്നതിന് പകരം അതൊക്കെ നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒത്തിരി ഒരു എന്താ പറയുക എഫോർട്ടും ആവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിന് പുറത്തുള്ള ഡീം ടു ബി യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസുകൾ. ഇപ്പോൾ അമൃത ഓൾറെഡി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ജെയിൻ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അടുത്തിടെ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ കിട്ടി. അപ്പോൾ ഓഫ് ക്യാമ്പസുകൾ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. കാരണം അത് വളരെ എളുപ്പമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു യൂണിവേഴ്സിറ്റി സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അതായത് NAC അല്ലെങ്കിൽ A+ ഉള്ള യൂണിവേഴ്സിറ്റികൾക്കാണ് ഓഫ് ക്യാമ്പസുകൾ തുടങ്ങാൻ സെൻട്രൽ ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഓഫ് ക്യാമ്പസുകളും കേരളത്തിലേക്ക് ആകർഷിക്കാം. ഈ ഒരു കാര്യം ഇന്ത്യയുടെ മാത്രമല്ല, ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പിൽ കേരളത്തിനൊരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ പൊസിഷനിങ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനുള്ള സാധ്യതകൾ നമ്മൾ ഇൻഡെപ്ത് പഠിച്ച് അതിനുള്ള സ്റ്റെപ്സുകൾ മുൻപോട്ടെടുക്കാൻ ഗവൺമെൻറ് സാധിക്കട്ടെ. അല്ലെങ്കിൽ എല്ലാ തൽപരകക്ഷികളും അല്ലെങ്കിൽ എല്ലാം നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻസും പേരൻസും അല്ലെങ്കിൽ ഇവിടുത്തെ എക്കോണമി മൊത്തം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡറാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ മൊത്തം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡറാണ്. അതിനുള്ളൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റണം. കാരണം എക്കോണമി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ടാലൻറ്റ് പൂള് ഇവിടെ നമ്മുടെ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന് വളരെ ഒരു എന്താ പറയുക ഒരു കോൺട്രിബ്യൂഷൻ നൽകും. കാരണം ഒത്തിരി നല്ല സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരും, നല്ലൊരു ടാലൻറ്റ് പൂൾ വരുന്നതോടും അതുപോലെ ഇൻഡസ്ട്രിക്കും നല്ലൊരു റിസോഴ്സസ്, നമുക്ക് ആവശ്യമായ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ പറ്റും. അങ്ങനെ ഒരു സ്ഥിതി ഉറപ്പായിട്ടും വരും. ഇതാണ് എൻ്റെ ഒരു ബ്രീഫ് സമ്മറി, എസ്പെഷ്യലി ഈ റീസെൻറ്റ് ബഡ്ജറ്റും ഹയർ എഡ്യൂക്കേഷനും സംബന്ധിച്ചിടത്തോളം. താങ്ക് യു.